ഹായ് ഗൈസ്, ഇത് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് സംഭവം ഇത് പല്ലിൻ്റെ ഒരു കാസ്റ്റാണ്. ഇത് നമുക്ക് ഈ കാസ്റ്റ് എങ്ങനെയാണ് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണിച്ചു തരാനായിട്ടാട്ടോ. ഞാൻ ഡെൻ്റലിലാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ സ്റ്റാഫാണ് ക്ലിനിക്കിലെ. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിൻ്റെ വായിൽ നമ്മൾ അളവെടുക്കും. അളവെടുത്തിട്ടാണ് നമ്മൾ ഈ രൂപത്തിൽ ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണുള്ളത്. ഇതാണ് ആൽജിനേറ്റ് നമ്മൾ മിക്സ് ചെയ്ത് ട്രേയിൽ കൊടുക്കും. അപ്പോൾ ഡോക്ടർ അത് അളവെടുക്കും. പേഷ്യൻ്റെ അളവെടുത്തിട്ടാണ് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് തരുന്നത്. പേഷ്യൻ്റെ അളവെടുത്ത്, അതായത് ട്രേയിൽ അളവെടുത്ത സംഭവമാട്ടെ ഇത്. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഈ രൂപത്തിലുള്ളൊരു കാസ്റ്റ്, നമ്മുടെ പല്ലിൻ്റെ രൂപത്തിലുള്ള കാസ്റ്റ് കിട്ടും. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ഇതാണ് ഡൈസ്റ്റോൺ എന്ന് പറയുന്നത്. ഈ ഡൈസ്റ്റോൺ കൊണ്ടാണ് ഞാനിപ്പോൾ അളവെടുത്തിട്ട് ആ പല്ലിൻ്റെ രൂപം ആക്കി കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ഈ ഡൈസ്റ്റോൺ നമുക്ക് അത്യാവശ്യം കുറച്ച് അളവിലെടുത്തിട്ട് വെള്ളം മിക്സ് ചെയ്ത് ഡൈലൂട്ട് ചെയ്ത് നമ്മളത് ആ കാസ്റ്റിലേക്ക് നമ്മൾ ഒഴിക്കും. കാട്ടിത്തരാം. നമ്മളൊരു ബൗളിലേക്ക് ഡൈസ്റ്റോൺ ഇടും. ആ ഡൈസ്റ്റോൺ നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ അളവെടുത്ത ഈ കാസ്റ്റിലേക്ക് നമ്മൾ ഒഴിക്കും. അപ്പോൾ നമുക്ക് വെള്ളം മിക്സ് ചെയ്യാം കേട്ടോ. വെള്ളം നമ്മൾ അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ഇതിൻ്റെ ബബിൾസ് വരാത്ത രീതിയിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ടാപ്പ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. അന്നേരമുള്ള നമ്മൾ ആ പല്ലിൻ്റെ അളവിൽ എല്ലാ രീതിയിലും എത്തുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഒരു ബബിൾസ് പോലും ഉണ്ടാകാതെ നമ്മൾ മിക്സ് ചെയ്ത് ഇതിലേക്ക്, അതായത് ഈ കാസ്റ്റിലേക്ക് നമ്മൾ ഒഴിക്കും. ഇങ്ങനെ ഒഴിച്ച് നമ്മൾ നന്നായിട്ട് ടാപ്പ് ചെയ്യണം കേട്ടോ. ടാപ്പ് ചെയ്ത് അതിൻ്റെ ബബിൾസ് പോലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ടാപ്പ് ചെയ്ത് നന്നായിട്ട് നമ്മൾ ടാപ്പ് ചെയ്യണം. നന്നായിട്ട് നമ്മൾ ടാപ്പ് ചെയ്ത് മിക്സ് ചെയ്ത് ഇത് വയ്ക്കണം കേട്ടോ. അതായത് നന്നായിട്ട് ടാപ്പ് ചെയ്ത് മിക്സ് ചെയ്ത് ഈ രൂപത്തിലെടുക്കാം നമുക്ക് കേട്ടോ. ഇതേ രൂപത്തിലെടുക്കുക. ഇതാണ് അളവ് കണ്ടോ. ഇത് കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങി കഴിയുമ്പോഴത്തേന് നമ്മൾ പല്ലിൻ്റെ അതേ രൂപത്തിൽ കിട്ടും. അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഉണങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ ഇതിൽ നിന്ന് വിടിയിച്ചെടുക്കേണ്ടത്. അന്നേരം ഇത് പല്ലിൻ്റെ അതേ കാര്യം ഞാൻ പൊട്ടിച്ച് കാണിക്കാം എങ്ങനെയാണ് നമ്മളൊരു കാസ്റ്റ് രൂപപ്പെടുത്തുന്നത് എന്ന് കാണിക്കാനായിട്ടോ. ഇത് അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൽ നിന്ന് വിടിയിച്ചെടുക്കാം. ഇതാണ് ആ പല്ലിൻ്റെ രൂപത്തിലുള്ള